ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി ശ്രീ നരേന്ദ്രമോദി വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ആദ്യം തൊട്ട് തന്നെ. അപ്പൊ ആ സ്ട്രാറ്റജിക് ഓട്ടോണമി ഉള്ള സമയത്ത് മനസ്സിലാക്കാനുള്ളത്, ഇത് ഈ നമ്മൾ ഇവിടെ ഇപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ചും എല്ലാം ഈ അമേരിക്കൻ ഇമ്പീരിയലിസം എന്ന് പറയുന്നു. അമേരിക്കൻ ഇമ്പീരിയലിസം എന്ന് പറയുന്നതിന്റെ ആരും മനസ്സിലാക്കാത്ത കാര്യം, അവരെ മാറ്റി നിർത്തിയുള്ള ഒരു ജീവിതം പറ്റത്തില്ല, ഒരു രാജ്യത്തിനും പറ്റത്തില്ല, ഇന്ത്യക്കും പറ്റത്തില്ല. ഹൈ ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു അസുഖം വന്നാൽ അമേരിക്കയിലല്ലേ ഓടുന്നത്. ഇവിടെ നേതാക്കളാണെങ്കിലും ആരാണെങ്കിലും അതിന് സാമ്പത്തിക ശേഷിയുള്ളവരെല്ലാം. അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു രാജ്യമാണ്. അവരുമായിട്ട് ബന്ധം പാടില്ല എന്നുള്ളത് ആരും പറയാൻ പോകുന്നില്ല, ഇല്ലേ? അപ്പോൾ പിന്നെ അതിലുള്ളത്, അവരുമായിട്ട് ആ ബന്ധം പുലർത്തുന്ന സമയം നമ്മുടെ രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ ഏത് രീതിയിൽ നമ്മൾക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിലെ കാര്യം. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ ബന്ധത്തിനെ എങ്ങനെ മുതലെടുക്കാമെന്നുള്ളതാണ് അതിലെ കാര്യം. ഇത് ഞാൻ പറഞ്ഞു വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഒരു തരത്തിലുള്ള ഒരു നൈരാശ്യബോധം ഉണ്ടെന്ന്.